ബറക്കത്ത് നിസ്സാര കാര്യമല്ല. ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ മുഴുവൻ പറഞ്ഞതും ബറക്കത്തിനെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് തന്നെ അവൻ ബറക്കത്തുള്ള വ്യക്തി എന്നാണ്. അള്ളാഹ് ആരാണ്? അവൻ ബറക്കത്തുള്ള വ്യക്തിയാണെന്ന് ഖുർആൻ പറഞ്ഞത്. എവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ? സൂറത്തുൽ മുൽക്ക്. നമ്മളൊക്കെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതാറുള്ളതാകുന്ന തബാറക സൂറത്ത് എന്ന് പറയില്ലേ, അത് തന്നെ. തുടക്കം തന്നെ അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിനെ കുറിച്ച് അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അധികാരം കൈകളിലുള്ളതാകുന്ന പടച്ചറപ്പ് എത്ര അനുഗ്രഹപൂർണനാണ്, എത്ര അനുഗ്രഹപൂർണനാണ്, എത്ര ഉത്കൃഷ്ടവാനാണ് അല്ലാഹു എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അള്ളാഹു അവനെ കുറിച്ച് അവന്റെ ദാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവൻ ആരാണെന്നാണ്. ആരാണ്? ബറക്കത്തുടയവനാണ് എന്ന്. എല്ലാ ആയത്തും ഹദീസും ഓതി തന്നെ പറയും. എന്തിന്? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പതിക്കാൻ വേണ്ടി. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞത് അവൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് അറിയോ? ഒരാൾ പറ, എത്ര നാമമുണ്ട്? 99 അല്ലേ? 150 ഇത്രേ പറഞ്ഞു മതി. 99. മാഷാ അല്ലാഹ്, കറക്റ്റാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സഹാബ. ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. ആരൊരുവന് 99 നാമങ്ങൾ മനഃപ്പാഠമാക്കുന്നു അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 99 നാമങ്ങൾ മനഃപ്പാഠമാക്കുന്നവൻ എവിടെ കിടക്കും? സ്വർഗം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയെക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്റെ വല്യുപ്പയാണ്. അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. മനസ്സിലാക്കി, സ്വർഗം ലഭിച്ചാൽ എല്ലാം ലഭിച്ചു. പിന്നെ ഈ ദുനിയാവിൽ എന്ത് ക്ലേശം ഉണ്ടായിട്ടും കാര്യമില്ല സ്വർഗം കിട്ടിയാൽ. ഇവിടെ ചെറിയ ചെറ്റപ്പുരയാണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന പെരയാണ്, ചൂടടിച്ചാൽ കിടന്നുറങ്ങാൻ പറ്റാത്ത പെരയാണ്. ഒരു വിഷമവും വേണ്ട. നീ സ്വർഗത്തിൽ കിട്ടിയാൽ നിനക്ക് റാഹ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ കടക്കണമെങ്കിലുള്ള ഒരു അമൽ എന്താ പറഞ്ഞത്? 99 നാമങ്ങൾ അള്ളാഹുവിൻ്റെത് കാണാതെ പഠിക്കണം. പഠിച്ചൂടെ?
വെറുതെ ഇൻഷാ അല്ലാഹ് പറയരുത്, അത് തിരിച്ചടിയാവും. കള്ളം വെറുതെ പഠിയരുത്. ഇത് സുഖമായിട്ട് പറ്റുന്ന ഒരു സംഗതിയാണ്. നല്ല ഈമാനോടുകൂടി പറയും ഇൻഷാ അല്ലാഹ്. രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ട്. സിനിമാ തമ്പുരാക്കന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ട്. സിനിമാ നടിമാരുടെയും സീരിയൽ നടിമാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൺമറഞ്ഞു പോയതാകുന്ന തമ്പുരാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പേരുകൾ, അവരുടേതാകുന്ന ക്രിക്കറ്റ് താരങ്ങളുടെയും ഒക്കെ പേരുകൾ, ഫുട്ബോൾ താരങ്ങളുടെ പേരുകളൊക്കെ മനഃപ്പാടമുള്ളതാകുന്ന മുസ്ലിമിന് എന്തേ 99 നാമങ്ങൾ അള്ളാഹുവിന്റെ ജഗന്യന്താവാകുന്ന പരിപാലകനാകുന്ന സർവേശ്വരന്റെ നാമങ്ങൾ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അതുകൊണ്ട് ഒരു ഇൻഷാ അല്ലാഹ് കനപ്പിച്ച് പറയും. ഇൻഷാ അല്ലാഹ് മനസ്സുറച്ച് പറയും. നല്ലതുപോലെ ഉറക്കം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചെടുക്കണം. ഒരാഴ്ചക്കുള്ളിൽ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാറു യാ വഹാബ്. 99 നാമങ്ങൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസാരമാണ്, ചെറിയ വിഷയമൊന്നുമില്ല, വലിയ പേരൊന്നുമില്ല. അതിനകത്ത് ആകെ ഇച്ചിരി നീളമുള്ളത് യാദൽ ജലാലി വൽ ഇക്റാം, ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു പേരും വലിയ നീളമൊന്നുമില്ല, എല്ലാം ചെറുത്. യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ മുതകബ്ബിർ ഖാലിഖ് ബാരി മുസവ്വിർ ഗഫാർ ഖഹാർ വഹാബ് റസാഖ് ഫത്താഹ് അലീം ഖാബിൽ ബാസിത് ഖാഫിൽ റാഫി മുഇസ് മുദിൽ സമീഅ ബസീർ ഹകം അദിൽ ലത്തീഫ് ഖബീർ ഹലീം അലീം. എന്തെളുപ്പാണ്, നിങ്ങളുടെ പഠിച്ചു നോക്കിയേ. ഒരാഴ്ചന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് സമയം എടുത്തിട്ടാണെങ്കിലും അത് പഠിക്കെടുക്കാൻ വേണ്ടിയാണ്. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്ന മക്കൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ഉമ്മമാരൊക്കെ അത് പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പഠിപ്പിച്ചെടുക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചെടുക്കണം. എൻ്റെ മകന് 2-3 വയസ്സാകുന്നുള്ളൂ. അവൻ ഇപ്പോഴേ അത് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്ത അസ്മാഉൽ ഹുസ്ന അങ്ങനെ വേണം. മക്കളെ ചെറുപ്പത്തിൽ ഇശാ മഗ്‌രിബിനിടയിൽ അവരത് ചെല്ലട്ടെ, എന്നിട്ട് ദുആ ചെയ്യട്ടെ. അവർക്കറിയാവുന്ന ഭാഷയിൽ ചെറിയ രീതിയിൽ വീട്ടിൽ ഖൈറുണ്ടാവും. ഈ 99 നാമങ്ങൾ മനഃപ്പാടമാക്കിയവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? എന്താ കാരണം? ഈ 99 നാമങ്ങളും ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാ സൂറത്തുർ റഹ്മാൻ അവസാനത്തെ ആയത്ത്. റഹ്മാൻ സൂറത്ത് അറിയില്ല, അർ-റഹ്മാൻ സൂറത്ത്, അതിന്റെ അവസാനത്തെ ആയത്ത് തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നബിയേ തങ്ങളുടെ റബ്ബിന്റെ നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ള നാമമാണ്, പരിശുദ്ധമായ നാമമാണ്, ഉത്കൃഷ്ടമായ നാമമാണ്. ദിൽ ജലാലി വൽ ഇക്റാം. ഉന്നതനാണവൻ, മഹോന്നതനാണവൻ, ഔദാര്യവാനാണവൻ. അവന്റെ നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ള നാമമാണ്. അതുകൊണ്ട് തന്നെ ആ ബറക്കത്തുള്ള നാമങ്ങൾ മനഃപ്പാടമാക്കിയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ വിഷയം എന്താണ്? വിഷയം എന്താ? ബറക്കത്താണ്. എവിടുന്നാ നമ്മുടെ വിഷയത്തിലേക്ക് പോയത്? ബാരിക്കലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ദ്വാരക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ദ്വാരക്കാൻ കാരണം? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവനും എന്താണ്? ബറക്കത്തുള്ള നാമമാണ്. അള്ളാഹു ആരാണ്? അവൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. അതിനായി തോതി നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ളതാണ്. അതും പറഞ്ഞു. ഈ നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആയിരുന്നാൽ ഉത്തരം കിട്ടും. എന്തുകൊണ്ട്? ഈ നാമങ്ങൾ ബറക്കത്തുള്ളതാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉത്തരം ലഭിക്കും. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഖുർആൻ
ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുസ്ലിമത്തെ നിങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അസ്മാഉൽ ഹുസ്ന എന്ന മഹിതമാകുന്ന നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. 99 നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ 99 നാമങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. ഇജാബത്താണ്. ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരി, അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ദുആ ഇരക്കണേ. ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അങ്ങ് കാണാതെ അങ്ങ് പഠിച്ചിട്ട് ദുആ ചെയ്തു നോക്കിയേ. അതിങ്ങനെ മൊത്തം ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഉറപ്പാണ് ഉത്തരം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമസ്തയുടെ പണ്ഡിത നേതൃത്വങ്ങൾ മുഴുവനും മുൻകഴിഞ്ഞു പോയതാകുന്ന എല്ലാ മഹാന്മാരും ഔലിയാക്കളും ഒക്കെ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെയാ. അസ്മാഉൽ ഹുസ്ന മൊത്തം ചൊല്ലിയിട്ട് അങ്ങോട്ട് ദുആരക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവസ്സലു ഇലൈക ബി അസ്മാഇകൽ ഹുസ്ന വബിസിഫാതികൽ ഉലാ എന്ന് പറഞ്ഞ അവരുടെ ദുആ തുടങ്ങുന്നത്. അസ്മാഉൽ ഹുസ്നയുടേതാകുന്ന ഈ തവസ്സുലാക്കി നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹു നിന്റെ 99 നാമങ്ങളെ മുൻനിർത്തി, നിന്റെ എല്ലാ വിശേഷണ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇതാ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യ. ഉത്തരം ഉറപ്പാണ്. മനസ്സിലാക്കണം. നമുക്ക് ഈ 99 നാമങ്ങളൊന്നും അറിയാൻ മേല. പള്ളിയിൽ ഉസ്താദ് ദുആ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുക, ഇടക്കിടക്ക് മൂക്കിനകത്ത് വിരലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതി. ഒരു ഇഖ്ലാസും ഇല്ല. പഠിച്ചു വെച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു വാദിന്റെ സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അറിവ് കിട്ടണം. അതിലാണ് ഏറ്റവും വലിയ കാര്യം. അതിനാ ഇതൊക്കെ പറയുന്നത്. മനസ്സിലായിക്കോ. അല്ല കുറെ ജഗബോഗ സൃഷ്ടിക്കലും ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതിലും അല്ല കാര്യം. പാട്ട് പാടിയിട്ട് പോവാ, അതിലൊന്നുമല്ല. ദീൻ പറയാ, ഖുർആനും ഹദീസും ഓതി ആളുകൾക്ക് ഉപകാരപ്പെടുക. അതിനാണ് ഈ വിഷയങ്ങൾ ആദ്യം തന്നെ പറയുന്നത്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ.